കരൂർ ദുരന്തത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയെയും പ്രതി ചേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് താരത്തിന്റെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, ഈ 7 മണിക്കൂറോളം വൈകി വിജയ് ഈ സമ്മേളന സ്ഥലത്തെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ചോദ്യം ചെയ്യലിൽ CBIക്ക് അതൃപ്തിയുള്ളത്? രഞ്ജിത്ത്, ആദ്യഘട്ടത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ വിജയുടെ പല ഉത്തരങ്ങളിലും CBIക്ക് പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തിയില്ലായിരുന്നു. അതുതന്നെയാണ് 6 മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീളാനും പിന്നീട് രണ്ടാമത്തെ ഒരു ദിവസം വിജയോട് ചോദ്യം ചെയ്യലിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. നിലവിൽ ഡൽഹിയിലുള്ള CBI ആസ്ഥാനത്ത് വിജയെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൽ അന്ന് കരൂർ ദുരന്തം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ചോദ്യം ചെയ്യുന്നത്. മുൻപ് ക്രമസമാധാന ചുമതലയുള്ള തമിഴ്നാട് ADGP ഉൾപ്പെടെ CBI ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ ചോദ്യം ചെയ്യൽ. നിലവിൽ ഈ 9 പോലീസ് ഉദ്യോഗസ്ഥരെയും വിജയെയും ചോദ്യം ചെയ്യുകയാണ്. വിജയ് പൂർണ്ണമായിട്ടും ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഈ പരിപാടിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഉദാസീനത ഉണ്ടായെന്നും ഈ പരിപാടിയോട് പൂർണ്ണമായി സഹകരിച്ചില്ലെന്നുമാണ് വിജയ് പറയുന്നത്. ഇത് വിജയ് പൊതുവേദികളിൽ ഉന്നയിക്കുന്ന ഒരു സ്ഥിരം രാഷ്ട്രീയ ആരോപണത്തിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് CBIയോട് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റ് TVK നേതാക്കളും CBIയോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴി എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെങ്കിലും വിജയ്ക്കെതിരെ ആരോപിക്കുന്നത് ഈ പരിപാടി ഇത്ര ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയാകും, ഇത്രയധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വിജയ് പോലീസിനോട് അറിയിച്ചിരുന്നില്ല എന്നാണ് ഈ പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതായത് 10,000 പേർക്കുള്ള അനുമതി ചോദിച്ചിട്ടാണ് TVK ഈ സ്ഥലം തമിഴ്നാട് പോലീസിനോട് ചോദിച്ച് വാങ്ങുന്നത്. എന്നാൽ 10,000 പേരെന്ന് കണക്ക് കൂട്ടിയെടുത്ത് 30,000 പേർ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്ന് കൃത്യമായ വിവരങ്ങൾ അറിയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ പോലീസുകാർ പരസ്പരം ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന പോലെ അതുപോലെ സമാനമായിട്ടുള്ള ഒരു വാക്കി ടോക്കി വിജയുടെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ച് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയില്ല എന്നതും TVKക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. വിജയ്ക്കെതിരെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യാനായി നേരത്തെ വിളിപ്പിച്ചിട്ടുള്ളത്. ആ വിജയെ ഇനി പ്രതിസ്ഥാനത്തേക്ക് മാറ്റും എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടെ CBI ഈ കേസിൽ പൂർണ്ണമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കും. ആ കുറ്റപത്രത്തിൽ വിജയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും വിജയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി ചോദ്യം ചെയ്യൽ അവസാനിച്ച് തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇനി ഇലക്ഷനെ നേരിടാനുണ്ട് വിജയ്ക്ക്. അതിൻ്റെ ഭാഗമായിട്ട് TVKയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കണം. ഇത് സംബന്ധിച്ച് ഒരു 12-അംഗ സമിതിയെ രൂപീകരിച്ച് അതിൻ്റെ ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് ഈ CBI സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. TVK തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്നത്. ആ TVKയ്ക്കും വിജയ്ക്കും തന്നെ ഇതിപ്പോൾ തിരിച്ച് ഒരു കുരുക്കായി വരുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ശരി, അജയ് സുധാ ബിജു. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷരാകുമെന്ന് ഉറപ്പാണ്. നാളെയാകും ഔദ്യോഗിക പ്രഖ്യാപനം. കൊല്ലത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. മുഖത്തലയിൽ യുവമോർച്ച പ്രവർത്തകരും മൂന്നാംകുറ്റിയിൽ കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. പെണ്ണിനെ പിടിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.